ഞാനൊരു ബ്രില്യൻ്റ് ആക്ടറൊന്നുമല്ല. എനിക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ വീട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ പല റിയൽ ലൈഫ് പ്രോബ്ലംസ് നമ്മളെ ആസ് എ ഹ്യൂമൻ ബീങ് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് സീനിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് ദാറ്റ് ഈസ് ദ മാർക്ക് ഓഫ് എ ബ്രില്യൻ്റ് ആക്ടർ. ഞാൻ ആ ലെവലിൽ എത്തിയിട്ടില്ല. പക്ഷെ വർക്കിൻ്റെ കൂടെ അത് ബിക്കോസ് ഞാനൊരു പ്ലാന്റിലാണ് വർക്ക് ചെയ്തിരുന്നത്, ഓട്ടോമൊബൈൽ പ്ലാന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബെൻസിൻ്റെ പക്ഷേ ഈ ബെൻസ് എന്നുള്ള പേരൊക്കെ ഉള്ളൂ. ചൂട് പിന്നെ ഒരു പക്ഷേ ബിക്കോസ് ഐ വാസ് ഇൻ പ്രിപ്പയർഡ് ആസ് എൻ ആക്ടർ, ഞാൻ എങ്ങനെ എൻ്റെ കരിയർ ഏത് ട്രജക്ടറിയിലേക്ക് പോകാനും കൊണ്ടുപോകാനും ഞാൻ തയ്യാറായിരുന്നു. ഐ ഡിഡ്ന്റ് റിയലി ഹാവ് എ പ്ലാൻ. ഇങ്ങനെ പൊസിഷൻ ചെയ്യണം, അങ്ങനത്തെ പടങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് കാരണം നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് ആദ്യം വരുമ്പോൾ തന്നെ എല്ലാവരും നമ്മൾ പറയണം നിൽക്കാൻ പഠിക്കണം, എളിമയോടെ നിൽക്കണം, മറ്റത് വേണം, ഇത് വേണം. അതിൽ തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത് CPX സ്റ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വിശാഖ് നായർ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കാണാൻ സാധിച്ചതിലൊക്കെ. എന്നോ ഞാൻ എവിടെ ഇരുന്ന് കണ്ട ആളാണ്, ഇന്ന് എൻ്റെ മുമ്പിൽ ഇൻ്റർവ്യൂവിനായിട്ടിരിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞ പോലെയാണ് മലയാള സിനിമയിൽ ഒരിടയ്ക്കൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം പിന്നെ കണ്ടുമുട്ടുന്നത് അങ്ങ് ബോളിവുഡിലാണ്. ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്ന എങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ ഭയങ്കര അത് ഗംഭീരമായിട്ടാണ്. എനിക്കൊരു സിനിമ ഇന്തൂസിയാസ്റ്റ് എന്ന നിലയിലും താങ്കളുടെ വളർച്ചയിൽ ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട്. സോ ഇന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ആക്ടർ എന്ന നിലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം? ഉണ്ട് ആസ് എൻ ആക്ടർ പേഴ്സണും പറയണം കേട്ടോ. ഐ തിങ്ക് ആസ് എൻ ആക്ടർ നമുക്ക് പേഴ്സണലി ഉണ്ടാവുന്ന കുറേ എവല്യൂഷൻ ഉണ്ടല്ലോ ആസ് എ ഹ്യൂമൻ ബീങ്. അതിൽ നമ്മുടെ ക്രാഫ്റ്റിലും ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. ശരി. അന്ന് ആ പ്രായത്തിൽ ഞാൻ 24-25 ഇയേഴ്സ് ഓൾഡായിരുന്നപ്പോഴാണ് ആനന്ദം ചെയ്യുന്നത്. അപ്പം അന്ന് സ്ട്രേറ്റ് ഔട്ട് ഓഫ് കോളേജ്, പിന്നെ ആദ്യമായിട്ട് ഒരു ജോലിയൊക്കെ ചെയ്ത് തിയേറ്ററൊക്കെ ചെയ്ത് നടന്ന ഒരു കാലത്തിന് ശേഷമാണ് ആനന്ദം ചെയ്യുന്നത്. ശരി. അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴാണ് സിനിമയിലേക്ക് ഒരു എൻട്രി കിട്ടി. ഈ ഒരു ഇൻഡസ്ട്രി എന്താണെന്ന് മനസ്സിലാക്കി, ഇതിൻ്റെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ്, ഇതിൻ്റെ സ്ട്രെസ്, ഇതിൻ്റെ ഒരു നമ്മൾ കാണുന്ന ഈ ഒരു ഗ്ലാമർ ഗ്ലിറ്റ്സും പരിപാടി മാത്രമല്ല, അതിന് വേറൊരു വശമുണ്ട്. അപ്പം അതിൻ്റെ പ്രഷേഴ്സും ഒക്കെ മനസ്സിലാക്കി ഒരു പേഴ്സണൽ എവല്യൂഷനും കൂടെ. ഓബിയസ്ലി പിന്നെ കോവിഡ് 2018 ഞാൻ പതുക്കെ ഒന്ന് ചവിട്ടാം, കാര്യം വരുന്ന ക്യാരക്ടേഴ്സൊക്കെ ഏകദേശം ഒരേ ടൈപ്പാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ എന്താ പറയുക ഒരു പേഴ്സണൽ എവല്യൂഷൻ എന്തായാലും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിച്ചു. അത് വലിയൊരു പോയിന്റ് ആണല്ലേ, ഏതൊരു മനുഷ്യൻ്റെ ഒരു ചേഞ്ച് ആണ്. അപ്പോൾ ആ ഒരു പേഴ്സണൽ എവല്യൂഷൻ, പേഴ്സണൽ മെച്ചോറിറ്റി, നമ്മളെ തന്നെ തിരിച്ചറിയാനുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് വന്ന് കയറി. ത്രൂ മെൻ്റൽ ഹെൽത്ത് ആണെങ്കിലും അതെ, സ്പിരിച്വാലിറ്റി ആണെങ്കിലും അതെ, അല്ലെങ്കിൽ ആൾക്കാരെ മീറ്റ് ചെയ്യുന്ന ആൾക്കാരിലൂടെ ആണെങ്കിൽ അതെ. അപ്പം അതൊക്കെ നമ്മുടെ പെർഫോമൻസിൽ എന്തായാലും റിഫ്ലക്റ്റ് ആവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനുശേഷം വന്ന പടങ്ങളും ഏകദേശം ആ ടൈപ്പാണ്. നമുക്ക് കുറച്ചും കൂടെ ഈ പറഞ്ഞ നേരത്തെ ബ്രോ പറഞ്ഞല്ലോ, ഇപ്പോൾ കുപ്പി എന്നുള്ളൊരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഇന്നസെൻസ് വളരെ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ആ ഒരു ക്യാരക്ടർ. പിന്നെ ഇതിന് ശേഷം വന്നപ്പോൾ എനിക്ക് മെച്ചോറിറ്റി വന്നപ്പോൾ ഫോർ സം റീസൺ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ താങ്ക്ഫുള്ളി കുറച്ചും കൂടി ഗ്രേ ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സ് വരാൻ തുടങ്ങി, കുറച്ചും കൂടി റിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്കും സത്യം പറഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ഒരു 1-2-3 വർഷങ്ങളായിട്ട് ചെയ്തിരിക്കുന്ന പടങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ അതൊക്കെ ഇറങ്ങുമ്പോൾ മനസ്സിലാവും കുറച്ചും കൂടെ ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും അങ്ങനത്തെ ഒരു ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള കോൺഫിഡൻസ് എനിക്ക് തന്നെ വന്നത് ഓവർ ദ ലാസ്റ്റ് ഒരു മേ ബി 4 years ആണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ലക്ക് ദാറ്റ് ഈ ഇൻഡസ്ട്രിയിൽ ലക്ക് ഭയങ്കര വലിയൊരു ഫാക്ടറാണല്ലോ. ഈ നമ്മുടെ ഒരു എവല്യൂഷനും ഇൻഡസ്ട്രി നമുക്ക് തരുന്ന സ്പേസും പിന്നെ മാർക്കറ്റിലുണ്ടായിരിക്കുന്ന ചേഞ്ചസും ലോകത്തിലുണ്ടായിരിക്കുന്ന ചേഞ്ചസും ആൾക്കാരുടെ എന്താ പറയുക ടേസ്റ്റ് ആൻഡ് സെൻസിബിലിറ്റീസ് എല്ലാം കൂടെ ഒരുമിക്കുമ്പോഴാണ് ആസ് എൻ ആക്ടർ നമുക്കൊരു ഒരു വളർച്ച സംഭവിക്കുന്നു, ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നു. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ലക്ക്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എനിത്തിങ് എൽസ്. നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ കോൺസ്റ്റന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇതെല്ലാം ഒരുമിക്കണമെങ്കിൽ ഒരു ഫാക്ടർ ഓഫ് ലക്ക് തന്നെ വേണ്ടി വരും. മേ ബി ലക്കെന്ന് ചിലപ്പോൾ അതിന് കഠിനാധ്വാനം ചിലപ്പോൾ പറയാതിരിക്കും. രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നാളെ എനിക്ക് എന്താ പറയുക, നാളെ സ്പീൽബർഗ് വിളിക്കുന്നു പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഇതിലെനിക്ക് തോന്നുന്നു ഒരു സിനിമ ഇന്തൂസിയാസിന് അപ്പുറത്തേക്ക് വളരെയധികം സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ചെറുപ്പത്തിലെ തൊട്ട് സിനിമ ഒരു ബഫ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ കരിയറിനൊപ്പം തന്നെ തിയേറ്റർ കൂടെ കൊണ്ടുപോകുന്ന ആൾ. അപ്പം അയാളെ സംബന്ധിച്ച് ഒരു സിനിമ കിട്ടുക, ആ സിനിമ വർക്കാകുക, ആ സിനിമ എല്ലാവരാലും പറയപ്പെടുന്ന ഒരു സിനിമയെ മാറുക, അതിന് ശേഷം ഒരു ലൈഫുണ്ടല്ലോ.
നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പോകുക ആക്ടർ എന്ന നിലയിൽ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. ആ ചിന്തയിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമായിരുന്നു മുന്നോട്ടുള്ള പോക്ക്? ശരിക്കും ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ടായിരുന്നു. കാരണം എനിക്ക് സിനിമയിലേക്ക് ഒരിക്കലും ഒരു ആക്ടറായിട്ട് എനിക്കൊരു എൻട്രി കിട്ടുന്ന ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വൈൽഡസ്റ്റ് ഡ്രീംസ് ഓൾസോ ഞാൻ അങ്ങനെ സംഭവിക്കുന്ന ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ശരി. ഫിലിം മേക്കിംഗ് പഠിച്ച് ഒരു ഫോർമൽ കോഴ്സ് ചെയ്ത് പിന്നെ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ആയിരുന്നു സിനിമയിലേക്ക് വരുന്നതിന് മുമ്പുള്ള എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ. പക്ഷേ പിന്നെ ഇത് സംഭവിച്ചപ്പോൾ പിന്നെ ഓഫ് കോഴ്സ് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ആക്ടിങ്ങിനോട് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് അത് സംഭവിച്ചപ്പോൾ ഓക്കെ നല്ലതല്ലേ സംഭവിക്കട്ടെ എന്നുള്ള രീതിയിൽ ആ ഒരു ഫ്ലോയിൽ സംഭവിച്ചാണ്. പിന്നെ ഒരു പക്ഷേ ബിക്കോസ് ഐ വാസ് ഇൻ പ്രിപ്പയർഡ് ആസ് എൻ ആക്ടർ ഞാൻ എങ്ങനെ എൻ്റെ കരിയർ ഏത് ട്രജക്ടറിയിലേക്ക് പോകാനും കൊണ്ടുപോകാനും ഞാൻ തയ്യാറായിരുന്നു. ഐ ഡിഡ്ന്റ് റിയലി ഹാവ് എ പ്ലാൻ. ഇങ്ങനെ പൊസിഷൻ ചെയ്യണം, അങ്ങനത്തെ പടങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഐഡിയയിലൂടെ അല്ല ഇതിലേക്ക് വന്നത്. മാക്സിമം പഠിക്കുക, ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ പറ്റുന്ന അത്രയും പഠിക്കുക, ആൻഡ് വരുന്നതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു വളരെ ഓർഗാനിക് ആയിട്ടുള്ളൊരു പ്ലാനിങ് പ്രോസസ്സായിരുന്നു. അത്രയും ഫോർവേഡായിട്ട് ചിന്തിക്കാൻ പറ്റില്ല, ഈ ഒരു ഇൻഡസ്ട്രിയിൽ അത് പറ്റില്ല എന്നുള്ളൊരു വലിയ ലേണിംഗ് തന്നെയായിരുന്നു. വന്നൊരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ മനസ്സിലായത് കുറേയൊക്കെ നമ്മൾ വരുന്ന പടങ്ങൾ വെച്ച് നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ തന്നെ പഠിക്കണം. നമ്മളെ പൊസിഷൻ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം. അപ്പം അതിൻ്റെ കോംപ്ലക്സിറ്റീസ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഇൻഡസ്ട്രിയിലേക്ക് വന്നതിന് ശേഷമാണ് അത് മനസ്സിലായത്. കാരണം നമുക്ക് പറഞ്ഞുതരാൻ ഐ ഡിഡ്ന്റ് ഹാവ് എന്താ പറയുക ഒരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നില്ലല്ലോ. നമുക്ക് ഏറ്റവും അടുത്തുള്ള കുറേ സുഹൃത്തുക്കളും നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാർ, ഇപ്പോൾ വിനീതേട്ടൻ, ഗണേശൻ, അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെയാണ് നമുക്ക് ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. ബട്ട് ഓൾ ഓഫ് ദാറ്റ് അസൈഡ് നമ്മൾ തന്നെ തിരിച്ചറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ തന്നെ തിരിച്ചറിയേണ്ടത് നമുക്ക് നമ്മുടേതായ ഒരു വോയിസ് കണ്ടെത്താൻ പറ്റില്ല. സോ ഐ തിങ്ക് അത് നാച്ചുറലി സംഭവിച്ച ഒരു എവല്യൂഷൻ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഉറപ്പായിട്ടും. ഒരു NIT-കാരന് അയാൾ സിനിമ കൊണ്ട് അയാൾ മെക്കാനിക്കൽ എഞ്ചിനീയർ ആകുകയും ചെയ്യുന്നു. അതിനുശേഷം മീൻവെയിൽ അതിൻ്റെ സൈഡിൽ കൂടെ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് സൈഡിൽ കൂടെ രാത്രികളിലൊക്കെ ഓടി നടന്നിട്ടാണ് ഈ തിയേറ്റർ വർക്ക്ഷോപ്പുകളൊക്കെ ചെയ്യുന്നത്. ഒരു ഡയറക്ടർ ആസ്പെക്റ്റിനെ സംബന്ധിച്ച് അയാൾ കൂടുതലും ഡയറക്ടർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ചെയ്യാൻ നോക്കുക, ആ രീതിയിലേക്ക് മാറുന്നതിന് അപ്പുറത്തേക്ക് ഇതിലേക്ക് കൊണ്ടേ മുട്ടിക്കാനുള്ള കാരണം എന്താ? അവിടെ ഒരു ആക്ടർ പെർസ്പെക്റ്റീവിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പ്രൈമറിലി ബിക്കോസ് എനിക്ക് കോളേജിൽ വരുമ്പോൾ കുറേ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, സ്കൂളിൽ കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വർക്കിൻ്റെ കൂടെ അത് ബിക്കോസ് ഞാനൊരു പ്ലാന്റിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഓട്ടോമൊബൈൽ പ്ലാന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെൻസിന്റെ പക്ഷേ ഈ ബെൻസ് എന്നുള്ള പേരൊക്കെ ഉള്ളൂ, ചൂടോ അയ്യോ അത്. പക്ഷെ നല്ല ജോലിയാണ്, ഐ യൂസ് ടു എൻജോയ് ആ ഒരു ജോലി. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു സിനിമ നമ്മൾ പിടിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു ഫിനാൻഷ്യൽ ലോജിസ്റ്റിക്കൽ സൈഡും കൂടെ ഉണ്ടല്ലോ. ഒരു സമയം അതിനുവേണ്ടി മാറ്റി വയ്ക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോട്ട് മോർ ഇൻറ്റൻസീവ്. ആക്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പോയി പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര റിലീസാണല്ലോ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സാധനം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു ഓണസ്റ്റ്ലി. ഈ പറഞ്ഞ ക്രിയേറ്റീവ് സൈഡായിട്ട് കീപ്പ് ഇൻ ടച്ച് ചെയ്യാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്പേസ് തന്നെയായിരുന്നു തിയേറ്ററിൽ നിന്നൊരു സാധനം. പക്ഷെ അതുകൂടെ നമ്മൾ സിനിമ പിടിക്കാൻ പോയിരുന്നെങ്കിൽ, ഷോർട്ട് ഫിലിം പിടിക്കാൻ പോയിരുന്നെങ്കിൽ, ഒന്ന് എനിക്ക് ചെന്നൈ ഈസ് എ ന്യൂ സിറ്റി. അപ്പോൾ അവിടെ അതിനുള്ള ടീം, അതിനുള്ള ആൾക്കാർ, അവരെയൊക്കെ തിരിച്ചറിയാനൊന്നും എനിക്കുള്ള എന്താ പറയുക ആ ഒരു ഇതുണ്ടായിരുന്നില്ല, ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല, നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല. കൂടുതലും കമ്പനി എന്നുള്ള അല്ലെങ്കിൽ കോളേജിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു ആദ്യം വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു നെറ്റ്വർക്ക്. പിന്നെ ഈ തിയേറ്റർ കമ്മ്യൂണിറ്റിയിലേക്ക് കയറിയപ്പോഴാണ് കുറച്ചും കൂടെ അങ്ങനത്തെ ആൾക്കാരെയൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ അപ്പോഴത്തേക്കും സിനിമ സംഭവിച്ചു, ആനന്ദം സംഭവിച്ചു. പിന്നെ അതിനുള്ള സമയം കിട്ടിയില്ല ബേസിക്കലി. ഈ ഒരു ആക്ടറിനെ സംബന്ധിച്ച് അയാൾ എടുക്കുന്ന ഒരു ബ്രേക്കും പിന്നെ ചൂസ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അപ്പം ഈ സിനിമ എനിക്ക് തോന്നുന്നു കുറേ സിനിമകൾ വരും നമുക്ക്. ഇത് മുമ്പിൽ പറഞ്ഞിട്ടുള്ളതാണ്, കുറേ സിനിമകൾ അല്ലെങ്കിൽ സിനിമയ്ക്കുള്ളിലുള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, സിനിമകൾ വരിക, ചെയ്തു പോവുക, മുഖം കാണിച്ച് നിർത്തുക എന്നുള്ളത്. ആ ഒരു ടേക്ക് ഉണ്ടല്ലോ, നമ്മൾ വേണോ വേണ്ടയോ എന്നുള്ളത്, അത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. കാരണം നമ്മളൊരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിന്നിട്ട് ഈ പറയുന്ന നമ്മളൊരു അഹങ്കാരിയായി മാറണോ എന്നുള്ളൊരു ചോദ്യമൊക്കെ നമുക്ക് തന്നെ ഒരു സാധനം വരും. ഞാൻ അഹങ്കാരി അതുകൊണ്ടാണല്ലോ. അതെ അതെ അതെ. അത് കാരണം നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് ആദ്യം വരുമ്പോൾ തന്നെ എല്ലാവരും നമ്മൾ പറയുന്നത് നിൽക്കാൻ പഠിക്കണം, എളിമയോടെ നിൽക്കണം, മറ്റത് വേണം, ഇത് വേണം. അതിൽ തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതൊരു പക്ഷേ പേഴ്സണലി ഫോർ മീ അത് കുറച്ച് അധികം എന്നെ എഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് ചോയ്സ് ഇല്ലാണ്ടായി പോകുന്നൊരു ഫീലിംഗിലേക്ക് എത്തിയായിരുന്നു. ചെയ്യുന്ന പടങ്ങളിൽ നിന്ന് എനിക്കൊരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ
നമ്മൾ ചെയ്ത ജോലി ഓക്കെ, എനിക്ക് ഇപ്പോൾ സിനിമ ഹിറ്റായാലും ഫ്ലോപ്പായാലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് സിനിമ നന്നായി അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടമായി എന്ന് എനിക്കെന്ന് പറയാൻ ഉള്ളൊരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ആ പോയിന്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് വാസ് വളരെ സെൽഫിഷായിട്ട് ഈ പറഞ്ഞ ഒരു ഡിസിഷൻ തന്നെയായിരുന്നു. ഓക്കെ, എനിക്ക് എന്താ പറയുക, ഇപ്പോൾ തൽക്കാലം എനിക്ക് ഇപ്പോൾ ജെന്യുവലി ഇൻട്രസ്റ്റ് ചെയ്യുന്ന പടങ്ങൾ വേണ്ട, വേറെ പടങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം അത് തന്നെയായിരുന്നു. പിന്നെ ഈ നേരത്തെ ചോദിച്ച ആ ഒരു ചോദ്യമായിട്ടുള്ളൊരു കണക്ഷനുള്ള കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് തന്നെയായിരുന്നു മറ്റേ ബാക്ക് ടു ഫിൽം മേക്കിംഗ് എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഗണേശേട്ടനും ഞാനും വേറെ രണ്ടുപേരും കൂടെ ഞങ്ങളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾ നോൺ സ്റ്റോപ്പ് ആഡ് ഫിലിംസ്, കോർപ്പറേറ്റ് ഫിലിംസ്, മ്യൂസിക് വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, റൈറ്റ് ബിഫോർ കോവിഡ്. അപ്പോൾ ആ സമയത്ത് കുറേ ഡയറക്റ്റ് ചെയ്യാൻ പറ്റി, കുറേ നല്ല നല്ല വലിയ വലിയ പ്രോജക്ട്സ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റി. അപ്പം അതുകൊണ്ട് ബാക്ക് ടു ബേസിക്സ് എന്നുള്ള ഒരു സാധനം അവിടെ ചെയ്യാൻ പറ്റി. എനിക്ക് അതിൽ നിന്ന് ഇൻഫാക്ട് ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കര ലുക്രേറ്റീവ് ആയിരുന്നില്ലെങ്കിലും അതിൽ നിന്ന് ഭയങ്കര സന്തോഷം കണ്ടെത്താൻ പറ്റി. അപ്പോൾ ഐ ഫോക്കസ് ഓൺ ദാറ്റ്. അതായിരുന്നു എൻ്റെ ചോദ്യം. ഇതായിരുന്നു, ആക്ടർ എന്ന് പറയുന്നത് നമ്മളിതിനെ സർവൈവ് ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ടല്ലോ. ഉറപ്പായിട്ടും അത് നമ്മൾ മെൻ്റലി ആണെങ്കിലും മൊത്തത്തിൽ നമ്മൾ ബാധിക്കുന്ന ഒരു സംഭവം. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സാധനത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴേ. അപ്പം അതിനെങ്ങനെ, ഹാർഡിലിനെ എങ്ങനെയാണ് ശരിക്കും ബ്രേക്ക് ചെയ്ത് മുന്നോട്ട്? അത് പറഞ്ഞ പോലെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഇൻ ദ സെൻസ് ഇത് നമ്മൾ മാറി നിൽക്കാനുള്ള ആ ഒരു മാറി നിൽക്കുകയല്ല, ഇൻഫാക്ട് അത് കുറച്ചും കൂടെ സെലക്റ്റീവ് ആവുക എന്നുള്ളതാണ് എൻ്റെ കറക്റ്റ്. മാറി നിൽക്കാൻ നമുക്ക് ഒരിക്കലും താല്പര്യമില്ല. നല്ല സിനിമകൾ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെയായിരുന്നു താല്പര്യം, അപ്പോഴത്തെ ഉദ്ദേശവും. പക്ഷേ അങ്ങനത്തെ പടങ്ങൾ വന്നില്ല. അപ്പോൾ എനിക്ക് എന്നാൽ ശരി, എന്നാൽ നമുക്ക് പല ടൈപ്പ് ആക്ടേഴ്സ് ഉണ്ട്. ഹൗ വി പൊസിഷൻ ആർ സെൽവ്സ് എന്നുള്ളത് നമ്മുടെ ഒരു തീരുമാനം കൂടെയാണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഈ ഒരു ജോലി അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാൻ കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ജോലി ഉണ്ടായിരുന്നു, അതൊക്കെ വിട്ടേച്ചാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ പ്യോർലി ഔട്ട് ഓഫ് ദാറ്റ് ലവ് ഫോർ ദ മീഡിയം, ഫോർ സിനിമയാണ് ഇതിലേക്ക് വന്നത്, അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ എനിക്ക് ആ ഒരു എന്താ പറയുക, അതിനെ എന്ത് വേണമെങ്കിലും വിളിക്കാം, മൊറാലിറ്റിയോ എത്തിക്സോ, എൻ്റെ ഒരു വാട്ട് എവർ ഇറ്റ് ഈസ് യു ക്യാൻ കോൾ ഇറ്റ് ദാറ്റ്. പക്ഷേ ദാറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. അത് മാറ്റി വെച്ച് നമുക്ക് സന്തോഷം തരാത്ത ഒരു ടൈപ്പ് ഒക്കെ പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ സ്റ്റേയിങ് റെലവൻറ്റ് നമ്മളിങ്ങനെ ചുമ്മാ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു കാര്യം എനിക്ക് ആ പോയിന്റിൽ കുറച്ച് അധികമായിട്ട് തോന്നി. ഓഫ് കോഴ്സ് അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോൺ സ്റ്റോപ്പ് നമ്മൾ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും റെലവൻറ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അറ്റ് വാട്ട് കോസ്റ്റ്, ഒരു ബാലൻസ് ഉണ്ടല്ലോ. റെലവെൻ്റ് ആയി നിൽക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അത് ചിലവർക്ക് അത് ഓക്കെ ആയിരിക്കാം, ചിലവരത് നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ എനിക്കത് പറ്റില്ല, എനിക്കത് പേഴ്സണലി ഇത് പറ്റിയില്ല ആ പോയിന്റിൽ. ഇപ്പം മുന്നോട്ട് എങ്ങനെയായിരിക്കും എനിക്കറിയില്ല, പക്ഷെ ആ പോയിന്റ് ഇറ്റ് വാസ് ടു മച്ച് ഫോർ മീ. അതൊക്കെ ക്രോസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പടങ്ങൾ അതുപോലെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വെളിയിൽ ബോളിവുഡ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ പല നമുക്കറിയാം നമ്മുടെ ഇവിടെ നടക്കുന്നതിൻ്റെ ഒരു ഇരട്ടിയാണ് പരിപാടികളാണ് അവിടെ നടക്കുന്നത്. അപ്പം ആദ്യത്തെ സിനിമയാണെങ്കിൽ എനിക്ക് തോന്നുന്നു റിലീസായ സിനിമ താപ്സി പന്നുവിൻ്റെ കൂട്ടത്തിലുള്ള സബാഷ് മിട്ടു എന്ന് പറഞ്ഞ സിനിമയാണെന്ന് തോന്നുന്നു. അപ്പം അവിടെയുള്ളൊരു രീതി ഉണ്ടല്ലോ, സിനിമ എന്ന് പറഞ്ഞ രീതി. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അവിടെ ചെന്ന് നിന്ന് കഴിയുമ്പോൾ ഈ കാഴ്ച ബംഗാളിൽ ചെന്ന് നിന്ന ഒരാളുടെ അവസ്ഥയായിരുന്നു ശരിക്കും എങ്ങനെയായിരുന്നു ആ ഒരു മൊമെന്റ്? ഐ തിങ്ക് സിനിമ ആസ് എ ഹോൾ പ്രിറ്റി മച്ച് ഒരു ഡിഫറൻസ് ഓഫ് അപ്രോച്ച് ഉണ്ട്. ഒന്ന്, രണ്ടാമത് കാരണം അവർക്കതൊരു ജോലി പോലെയാണ് അവർ കാണുന്നത്. കാരണം മിക്ക ഷൂട്ട്സ് നടക്കുന്നത് ബോംബെയിലാണ്. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് വരും, 9 മണിക്ക് സെറ്റിലെത്തും, ഷൂട്ട് ചെയ്യും, 6 മണി 7 മണി ആകുമ്പോൾ തിരിച്ച് വീട്ടിൽ പോകും. അപ്പോൾ കറക്റ്റ് ഒരു 9 to 5 ജോബ് എടുക്കുന്ന പോലത്തെ ഒരു അപ്രോച്ചാണ് ഓൺ മോസ്റ്റ് സെറ്റ്സ്. പിന്നെ ബോംബെ വിട്ട് നമ്മൾ റിയൽ ലൊക്കേഷനിൽ പോകുമ്പോഴാണ്, ലൈവ് ലൊക്കേഷനിൽ പോകുമ്പോഴാണ് അതിൽ നിന്നൊരു മാറ്റം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ അതാണ് എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് ടു വർക്ക് ഒരു വ്യത്യാസമുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഭയങ്കര സ്ട്രക്ചേർഡ് ആണ്, കാരണം അവിടെ കുറച്ചും കൂടെ ഈ സ്റ്റുഡിയോ സിസ്റ്റം ആണല്ലോ. അതുകൊണ്ട് ഉണ്ടാകുന്ന ഗുഡ് ആൻഡ് ബാഡ് പോയിന്റ്സ് വേറെ ഉണ്ട്. ഗുഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, സ്ട്രക്ചേർഡ്, വളരെ വെൽ ഓർഗനൈസ്ഡ് ആണ്. ഒരു രീതിയിലുള്ള കൺഫ്യൂഷനും ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ നമ്മളോട് ചെല്ലുമ്പോൾ ഒരു രീതിയിലുള്ള ഒരു പോരായ്മയും തോന്നിപ്പിക്കില്ല. പക്ഷെ അതിൻ്റെ വേറൊരു വശം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഭയങ്കര ബ്യൂറോക്രസി ഉണ്ട്. അപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ അതിന് എസ്പെഷ്യലി സീരീസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു നെറ്റ്ഫ്ലിക്സ് ഗ്രീൻ ലെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സീരീസ് ആണെങ്കിൽ അതിൻ്റെ ഒരു റൈറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഒരാളുടെ റൈറ്റിംഗ് മാത്രമല്ലല്ലോ, അവരൊരു റൈറ്റിംഗ് റൂം ഉണ്ടാവും. പിന്നെ അത് നെറ്റ്ഫ്ലിക്സിൻ്റെ ഇൻ്റർനാഷണൽ ടീമായിട്ട് അവരുടെ അപ്രൂവൽ വേണം. പിന്നെ അതിങ്ങോട്ട് വരുമ്പോൾ തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ റഷസ് ഒക്കെ അവർക്ക് അയച്ചു കൊടുത്ത് അങ്ങനത്തെ ഭയങ്കര ഒരു ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ട്, ഒരു സ്റ്റുഡിയോ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഇസ് എ ലോട്ട് മോർ കോംപ്ലിക്കേറ്റഡ് അങ്ങനെ ആലോചിക്കുമ്പോൾ. പിന്നെ അവരുടെ പ്രോസസ്സും കുറച്ചും കൂടെ ഐ തിങ്ക് ഫണ്ടുള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ പ്രീവിഷ്വലൈസ് ആക്ഷൻ സീക്വൻസസ് ഒക്കെ ആണെങ്കിൽ പ്രീവിഷ്വലൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു 3D റെൻഡർ തന്നെ ചെയ്ത് പ്രോപ്പറായിട്ട് പക്കയായിട്ടാണ് മിക്ക സീൻസും ഫിഗർ ഔട്ട് ചെയ്യുന്നത്. ഈവൻ ഇപ്പോൾ ഡ്രമാറ്റിക് സീൻസ് ആണെങ്കിൽ പോലും ടോക്കി സീൻസ് ആണെങ്കിൽ പോലും ദിൽ ഹാവ് എ ബേസിക് ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടാവും. ഇവിടുത്തെ കുറേ പടങ്ങൾക്കും അതുണ്ട്, പക്ഷേ സെയിങ്സ് അവിടെ അത് കുറച്ചും കൂടെ ചെയ്യാനുള്ള ഫ്രീഡം അവർക്കുണ്ട്, കാരണം അത്രയും തന്നെ ഫണ്ട്. പിന്നെ ഈ സെറ്റ് ലൈഫ് എന്നുള്ള സാധനം ഇവിടെ നമ്മളെപ്പോഴും മറ്റേ ക്യാരവാനുണ്ട്, നമ്മൾ ആൾക്കാരോട് എപ്പോഴും സംസാരിച്ചുകൊണ്ട് ഭയങ്കര ചില്ലായിട്ടുള്ള ഒരു മൂഡാണല്ലോ, ചെറിയൊരു സെറ്റാണല്ലോ. അവിടെ മിക്കതും സ്റ്റുഡിയോസാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു എൻവയൺമെന്റ് തന്നെ വേറെയാണ്. കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തന്നെ പാക്കപ്പ് ചെയ്ത് വീട്ടിൽ പോവുക എന്നുള്ളതാണ് എല്ലാവരും ഒരു സാധനം. അപ്പോൾ രണ്ടിൻ്റെയും ഗുണമുണ്ട്, രണ്ടിൻ്റെയും ദോഷങ്ങളും ഉണ്ട്. ഈ പറഞ്ഞ സ്റ്റുഡിയോ സിസ്റ്റം ആയതിൻ്റെ ഒരു പ്ലസ് മൈനസും ഉണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി സിനിമ ഇസ് സെയിം. ഐ തിങ്ക് ഇൻഫാക്ട് ഇവിടെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഫോർ എസ്പെഷ്യലി ഒരു ഫിൽം മേക്കർ. ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഇറ്റ്സ് പ്രോബ്ലി ദ സെയിം. പക്ഷേ ഒരു ഫിൽം മേക്കറിന് ഇവിടെ കിട്ടുന്ന ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ചിലപ്പോൾ അവിടെ കിട്ടിയെന്ന് വരില്ല. കാരണം ഇവിടെ കുറച്ചും കൂടെ പുള്ളിയുടെ ഒരു ഓട്ടോ വിഷൻ റിയലൈസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ ഇൻഡസ്ട്രി കൊടുക്കുന്നുണ്ട്. അവിടെ അത് അറ്റ്ലീസ്റ്റ് ഒരു ലെവൽ എത്താണ്ട് അത് നമുക്ക് ഇമ്പോസ് ചെയ്യാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നുന്നു യശ് രാജ് എന്ന് പറഞ്ഞൊരു ബാനറിൻ്റെ മീൻസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസ് യശ് രാജിൻ്റെയാണ്. ഇന്ത്യയിലെ വൺ ഓഫ് ദി മോസ്റ്റ് എന്താ പറയുക വലിയൊരു ബ്രാൻഡാണ് അവർ. അപ്പം ആ ഒരു ബ്രാൻഡിലേക്ക് ഒരു മലയാളി എത്തിച്ചേരുക എന്ന് പറയുന്നത് ഇപ്പോൾ അത് ഇച്ചിരി കൂടെ എളുപ്പമായി ഈ കോവിഡിന് ശേഷം. എങ്കിലും നമ്മുടെയൊക്കെ മൈൻഡിലൊരു സാധനം കിടപ്പുണ്ടല്ലോ, എന്നെ കൊണ്ട് പറ്റുമോ? അപ്പോൾ ഒരു ആക്ടർ എന്ന നിലയിൽ അതെങ്ങനെയാണ് ശരിക്കും വർക്കൗട്ട്? ആസ് എൻ ആക്ടർ നമ്മൾ അങ്ങനെ ആലോചിച്ചാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. പറ്റുമെന്ന് ആലോചിച്ചാൽ നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും. ശരി, കാരണം എസ്പെഷ്യലി നമ്മൾ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ നിൽക്കുവാണെങ്കിൽ, ഞാനൊരു ബ്രില്യൻറ്റ് ആക്ടറൊന്നുമല്ല. എനിക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ പല റിയൽ ലൈഫ് പ്രോബ്ലംസ് നമ്മളെ ആസ് എ ഹ്യൂമൻ ബീങ് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് സീനിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് ദാറ്റ് ഈസ് ദ മാർക്ക് ഓഫ് എ ബ്രില്യൻറ്റ് ആക്ടർ. ഞാൻ ആ ലെവലിൽ എത്തിയിട്ടില്ല. അപ്പോൾ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് കുറയുവാണെങ്കിൽ അപ്പം തന്നെ അത് നമ്മൾ തന്നെ സ്വയം പറഞ്ഞ് ബൂസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഓക്കെ ആക്കിയിട്ട് വേണം സെറ്റിലേക്ക് എത്താൻ. അപ്പം ആ ഒരു പക്ഷേ ദാറ്റ് സെറ്റ് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. കാരണം നമ്മൾ അത്രയും വലിയൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ യശാജിൻ്റെ ആണെങ്കിലും അതെ, എനിക്ക് ഇതിനേക്കാളും കൂടുതൽ ടെൻഷൻ തോന്നിയത് മറ്റേ ചെയ്തപ്പോഴാണ്, എമർജൻസി ചെയ്തപ്പോൾ. കാരണം അതിൽ മോർ ദാൻ എനിത്തിങ് എൽസ് കങ്കന മാം അതൊന്നുമല്ല, ഈ ഒരു റിയൽ ലൈഫ് ഒരാളുടെ പോർട്രേൽ എന്ന് പറയുമ്പോൾ അത് ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സാധനം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയുന്ന ആൾക്കാർ എന്നും ജീവിച്ചിരിക്കുന്നുണ്ട്, പിള്ളേരുണ്ട്, ഭാര്യയുണ്ട്, ഒക്കെ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഭയങ്കര ഒരു എനിമാറ്റിക് ഫിഗറും കൂടെയാണ്. പുള്ളിയുടെ അങ്ങനെ കുറേ ഇൻ്റർവ്യൂസ് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരാളെ നമ്മൾ സ്ക്രീനിൽ പോർട്രേ ചെയ്യുമ്പോൾ ആസ് മച്ച് ആസ് പോസിബിൾ അയാളെ ഒരു എന്താ പറയുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്യരുത്, ഒരു റിയൽ പേഴ്സണായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും ഒരു ഷിറ്റ് ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് തോന്നിയത് ആ ഒരു ക്യാരക്ടർ എടുത്തപ്പോഴാണ്. കാരണം അത് ഭയങ്കര ഒരു ലോഡ് എന്നുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഈ സഞ്ജയ് ഗാന്ധി പറഞ്ഞപ്പോഴാണ് ഉദ്ദേശിച്ചത്, അതിൻ്റെ ഒരു ടീസർ ഇറങ്ങിയത് കണ്ടത് കങ്കണ വളരെ രസകരമായിട്ട് മാനറിസംസ് പിടിച്ചിട്ടുണ്ട്. എനിക്കത് അത്ര നന്നായിട്ട് തന്നെ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് ഉദ്ദേശിച്ചത്. സഞ്ജയ് ഗാന്ധി ആ സമയത്ത് എമർജൻസിയുടെ ആ സമയത്ത് ശരിക്കും 70കളിൽ നടന്നതാണ്. 70കളിലല്ലേ അടിയന്തരാവസ്ഥ കാലം. അപ്പോൾ അന്നത്തെ ഒരു മെയിൻ ഫിഗറാണ് സഞ്ജയ് ഗാന്ധി എന്ന് പറഞ്ഞ ആള്. അപ്പോൾ 80s അപ്പം അയാളെ പോർട്രേറ്റ് ചെയ്യുമ്പോൾ അയാളുടെ മാനസിക പറഞ്ഞ പോലെ നമുക്കൊരു സാധനം കിട്ടാൻ വളരെ കുറവാന്ന് പറഞ്ഞു. സോ അതിൻ്റെ റിസർച്ച് എങ്ങനെയാണ് അവിടെ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു? അത് നമ്മളായിട്ട് അവരുടെ സൈഡിൽ നിന്ന് അവർ തന്നത് ഓഫ്കോഴ്സ് അവരുടെ ടീം ഒരു ബേസിക് റീസർച്ച് ചെയ്തിരുന്നു. പക്ഷേ അതല്ലാണ്ട് നമുക്ക് നമ്മൾ തന്നെ കുറേ ഇരുന്ന് റീസർച്ച് ചെയ്യേണ്ടി വന്നു. കാരണം അത് നേരത്തെ പറഞ്ഞ പോലെ പുള്ളിയുടെ കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല, ലൈഫിൽ ഒരു ഇൻ്റർവ്യൂവും കൊടുത്തിട്ടില്ല, എനിക്ക് മനസ്സിലാണ്. അപ്പോൾ പുള്ളിയെക്കുറിച്ചൊരു ബയോഗ്രഫി ചെയ്തിരുന്നു ഒരാൾ, അത് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു. കുറേ പുള്ളിയെ അറിയുന്ന കുറേ ആൾക്കാരുടെ ഇൻ്റർവ്യൂസും അവരുടെ കഥകളും ഒക്കെ അതിൽ നിന്ന് പഠിക്കാൻ പറ്റി. അപ്പോൾ ഇയാളുടെ വീഡിയോ ഫുട്ടേജ് ഇല്ലാത്തതുകൊണ്ട് ഈ മാനറിസംസ് ഒക്കെ പിടിക്കാൻ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അയാളുടെ ഫുട്ടേജായിട്ട് എനിക്ക് കിട്ടിയത് ആകെ നമ്മുടെ നാഷണൽ ആർക്കൈവ്സ്, ഗവൺമെൻറ്റിൻ്റെ ആർക്കൈവ്സ്, അല്ലെങ്കിൽ അസോസിയേറ്റഡ് പ്രസ്, അല്ലെങ്കിൽ റോയിറ്റേഴ്സിനൊക്കെ ആർക്കൈവ്സ് എന്നൊക്കെ പുള്ളി അന്ന് മറ്റേ ഈ റാലിക്കൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന വീഡിയോസ്, അല്ലെങ്കിൽ അവിടെയൊക്കെ നടക്കുന്ന വീഡിയോസ്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒറ്റൊരു ക്ലിപ്പ് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക്, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിലിരുന്ന് സംസാരിക്കുന്ന രീതി അതായിരിക്കില്ല ചിലപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് എൻ്റെ വൈഫിനോട് സംസാരിക്കുന്ന രീതി അല്ലേ. നമ്മളൊരു പേഴ്സണൽ സ്പേസിൽ, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വേറെ ആയിരിക്കും, ഫാമിലിയുടെ കൂടെ വേറെ ആയിരിക്കും, നമ്മൾ ഒരു സ്പീച്ച് കൊടുക്കുമ്പോൾ വേറെ ആയിരിക്കും. അപ്പോൾ ആ ഒരു പേഴ്സണൽ ലൈഫിലുള്ള ഒരു ഷെയ്ഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ
ആയിരുന്നു ഏറ്റവും വലിയൊരു സ്ട്രഗിള്, ഒരു ചാലഞ്ച് അത് തന്നെയായിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ അല്ലാത്ത റീസെർച്ച്, ഇപ്പോൾ മാനറിസംസ് ആൻഡ് ബോഡി ലാംഗ്വേജ് അല്ലാണ്ട് ആ മാനറിസംസ് ബോഡി ലാംഗ്വേജ് ഒക്കെ ഇൻഫോം ചെയ്യുന്ന സൈക്കോളജി എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ചാലഞ്ച്. അപ്പോൾ അത് ഈ പറഞ്ഞ ബുക്ക് വായിച്ചതും പുള്ളിയുടെ ഫ്രണ്ട്സിൻ്റെ കുറേ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വായിച്ചും അങ്ങനത്തെ ഒരു റീസെർച്ചിലൂടെയാണ് അത് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ നല്ലൊരു സ്ക്രിപ്റ്റും ആയിരുന്നു. ആ സ്ക്രിപ്റ്റിൽ ഒരിക്കലും ഓഫ് കോഴ്സ് സഞ്ജയ് ഗാന്ധി ഭയങ്കര ഒരു ഈസിലി ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനായിരുന്നു. കുറേ തോന്നിയ ചെയ്ത് ഓരോ പ്രശ്നങ്ങളും മനസ്സിലാണ്. പക്ഷേ അവരങ്ങനെയല്ല ഇയാൾ ട്രീറ്റ് ചെയ്തത് സ്ക്രിപ്റ്റിൽ. ശരിക്കും കുറച്ചും കൂടി ഹ്യൂമനൈസ് ചെയ്താണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ഹെവിലി ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ അതെനിക്ക് രസമായിട്ട് തോന്നി. ആ ഇൻസെക്യൂരിറ്റി, അതായത് എപ്പോഴും മറ്റേ ചേട്ടനാണെങ്കിൽ മിടുക്കനാണ്, പൈലറ്റാണ്, മറ്റതാണ് മറിച്ചാണ് ആണെങ്കിൽ ഫ്രം സ്കൂൾ ഓൺവേർഡ്സ് പുള്ളിക്കാരൻ ഭയങ്കര ഇൻസെക്യൂറാണ്. ഒന്നിരിക്കും സ്കൂളിൽ അക്കാഡമിക്സ് നല്ലതല്ല, സ്പോർട്സിന് പറ്റുന്നില്ല, ഫ്രണ്ട്സ് ഇല്ല, സോഷ്യലി ഓക്വേർഡാണ്. ഒരു കമ്പനി തുടങ്ങി, മാരുതി തുടങ്ങി, അത് പൊട്ടിപ്പോയി, അതിന് കുറേ ഫ്രോഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഒരു രീതിയിലും പുള്ളിക്ക് ഒരു മാർക്ക് സൃഷ്ടിക്കാൻ പറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് പോളിറ്റിക്സ് എന്നൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അമ്മയുടെ ഒരു ഇതിൽ കയറി പിടിച്ചന്നപ്പോൾ ഇതിൽ ഞാൻ തകർക്കാറുള്ളൊരു മൈൻഡിലായിരുന്നു പുള്ളി ഇറങ്ങി തിരിച്ചത്. ആ ഒരു പുള്ളിയുടെ ഡ്രൈവിംഗ് ഫോഴ്സ് ഇൻസെക്യൂരിറ്റി ആയിരുന്നു, ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റുഡ്. അപ്പോൾ ആ ഒരു മേക്കപ്പ് ഫോർ ദാറ്റ് ഇൻസെക്യൂരിറ്റി ആണ് പുള്ളി കോൺസ്റ്റന്റ്ലി ഇങ്ങനെ ഓവർ പെർഫോം ചെയ്യാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അത് കിട്ടിയപ്പോൾ പിന്നെ ഇറ്റ് മേഡ് സെൻസ്. പിന്നെ ബാക്കിയൊക്കെ ഫോൺ പ്ലേസ് ചെയ്തു. അത് ഭയങ്കര ഒരു പ്രഷർ തന്നൊരു പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ ഒരു ആക്ടറിനെ സംബന്ധിച്ച് അയാൾ അപ്ഡേറ്റ് ആകുക എന്നുള്ളതും കൂടെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ വന്നതിൽ എല്ലാം എനിക്ക് കുപ്പി റെഫറൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെ പൊളിക്കുക എന്നുള്ളതും ഒരു ആക്ടർ തന്നെ ചെയ്യേണ്ടതാണ്. സോ അതെങ്ങനെ ശരിക്കും സംഭവിക്കുന്നത്? വെരി നൈസ് ക്വസ്റ്റ്യൻ. കാരണം നമുക്ക് കുറെ കുറ്റം പറയാം, എനിക്ക് അങ്ങനത്തെ പടങ്ങൾ വന്നില്ല, എന്താണ് മറ്റാണ്. ബട്ട് നമ്മളും ഇൻട്രോസ്പെക്ട് ചെയ്യണമല്ലോ. അപ്പം എൻ്റെ പെർഫോമൻസസിൽ എനിക്ക് പുതിയത് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ആൾക്കാർ ഇപ്പം നമ്മുടെ ഇവിടെ എസ്പെഷ്യലി ഈ ഓഡിഷൻ കൾച്ചർ അത്രയും സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് നമ്മുടെ കഴിഞ്ഞ പടത്തിൽ നമ്മൾ കാഴ്ചവെച്ച ആ പെർഫോമൻസിൻ്റെ ബേസിസിലാണ് ഇനി അടുത്ത പടത്തിലേക്ക് ആൾക്കാർ വിളിക്കുള്ളൂ. അല്ലെങ്കിൽ ചില പടങ്ങളിലൊക്കെ നമ്മൾ ചെയ്തൊരു ഫോട്ടോഷൂട്ട്, പ്രോന് ഇങ്ങനത്തെ ഒരു മുഖം ഉണ്ടെന്ന് ഇപ്പോൾ അറിയുന്നു എന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ വേറെ വേറെ ഷെയ്ഡ്സ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, നോട്ട് ഓൺലി ത്രൂ ഫീച്ചർ ഫിലിംസ്, അല്ലാണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും അതെ. ഇപ്പോൾ ആഡ്സ് ചെയ്തപ്പോൾ കുറേ പേർക്ക് ആഡ്സ് കാണിച്ചു വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ചിലവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വന്നാൽ ഇവനെ കൊണ്ട് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സും ചെയ്യിപ്പിക്കാൻ പറ്റും എന്നൊരു കാര്യം അവർക്ക് അപ്പോഴാണ് മനസ്സിലായത്. ആൻഡ് ഓൾസോ ആസ് എൻ ആക്ടർ ഹൗ ഡു ഐ മേക്ക് മൈ സെൽഫ് ബെറ്റർ. ഇപ്പോൾ നാളെ ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റ് വന്നാലേ എനിക്ക് ബെറ്റർ ആവാൻ പറ്റുള്ളൂ. പക്ഷെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് ഇപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ തന്നെ കോൺസ്റ്റൻ്റ്ലി ഈ പറഞ്ഞ ഒരു ആക്ടറിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അത് ഡയലോഗ് മെമ്മറൈസ് ചെയ്ത് പറയാനുള്ളത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഫിസിക്ക്, നമ്മുടെ സ്കിൽ സെറ്റ്, ഇപ്പോൾ ഫൈറ്റിങ് അല്ലെങ്കിൽ ഡാൻസിങ് അല്ലെങ്കിൽ അല്ലാത്ത വേറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നവരസ സാധന, അല്ലെങ്കിൽ നമ്മുടെ ശബ്ദം, അല്ലെങ്കിൽ വർക്ക്ഷോപ്സിന് പോകുക, അങ്ങനെ പല കാര്യങ്ങളും നോൺ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയത് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അതിന് മുമ്പേ ഓഫ് കോഴ്സ് തിയേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു കോൺസ്റ്റന്റ് എവല്യൂഷനാണ്. അത് എല്ലാ ആക്ടറും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഐ തിങ്ക് ഇന്നത്തെ കാലത്തുള്ള ബെസ്റ്റ് ആക്ടേഴ്സ് എവ്രി വൺ ഡസ് ഇറ്റ്. എത്ര എന്തൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ എവല്യൂഷൻ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യം ഒരിക്കലും അത് മാറ്റിവെക്കാൻ പറ്റില്ല. ഇപ്പോൾ മമ്മൂക്കയിൽ ആളുണ്ടെങ്കിൽ ഇന്നും ഗ്രേറ്റ് ആക്ടേഴ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ കമൽ സാറാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രേറ്റ് ആക്ടർ എന്ന് നമ്മൾ പറയാൻ കാരണം ഇസ് ബിക്കോസ് എ കോൺസ്റ്റന്റ്ലി ഇവോൾവിങ്. അത് എന്നാൽ ഐ തിങ്ക് ജഗദീഷൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളിയും പറയാനായിട്ടായിരുന്നു. ഇപ്പോൾ പണ്ട് ഇപ്പോൾ ഗോഡ് ഫാദർ പോലത്തെ പടത്തിലെ ആ ഒരു പെർഫോമൻസ് ഇന്ന് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റില്ല. കാരണം ഇന്നത്തെ അഭിനയം മാറി, സൊസൈറ്റി മാറി, ടേസ്റ്റ് മാറി. അപ്പോൾ അതായിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. നോട്ട് ആസ് എൻ ആക്ടർ ഓൺലി, ആസ് എ സ്റ്റോറി ടെല്ലർ, ആസ് എ പേഴ്സൺ. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ കൂടി ആയി ഒരു സിനിമ കൊടുത്തിട്ടുണ്ട്. സോ കാസ്റ്റിംഗ് ഈ പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അത്രയും പ്രൊമിനൻ്റ് അല്ല ഈ കാസ്റ്റിംഗ്. ചിലപ്പോൾ പേരിന് വേണ്ടി നടത്തുന്ന കാസ്റ്റിങ്സ് ഉണ്ട്, പക്ഷെ കാസ്റ്റിങ്ങിലൂടെ തന്നെ വന്ന ഒരാളും കൂടിയാണ്. എന്നിരുന്നാൽ കൂടുതലും നടക്കുന്നത് വളരെ കുറച്ച് പരിപാടികൾ നടക്കുന്നത്. പക്ഷേ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന രീതിയിൽ നമ്മൾ ഒരാളെ പിക്ക് ചെയ്യില്ല. അതായത് ഡയറക്ടർക്ക് ഒരു വിഷൻ കാണും ആ ക്യാരക്ടർ എങ്ങനെയായിരിക്കണമെന്ന്. സോ അത് വേറൊരാളിലേക്ക് വരുമ്പം അയാൾ ഓരോരുത്തരും കൺസീവ് ചെയ്യുന്ന കഥ ഓരോ രീതിയിലാണല്ലോ. അപ്പോൾ ആസ് എ കാസ്റ്റിംഗ് ഡയറക്ടർ അദ്ദേഹം എങ്ങനെയാണ് ഒരു ക്യാരക്ടറിനെ ചൂസ് ചെയ്യുന്നത്? അൾട്ടിമേറ്റ്ലി ആസ് എ കാസ്റ്റിംഗ് ഡയറക്ടർ ഒരു കാസ്റ്റിംഗ് ഡയറക്ടറിൻ്റെ മെയിൻ ജോബ് ഇസ് ടു അണ്ടർസ്റ്റാൻഡ് ആ ഡയറക്ടറിൻ്റെ മനസ്സിലുള്ള ക്യാരക്ടർ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം കാസ്റ്റിംഗ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് 30-40-50% ഓഫ് ദ ജോബ് ഓഫ് എ ഡയറക്ടർ. അത് സെറ്റാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ പിന്നെ മോൾഡ് ചെയ്ത് വന്നോളും. കാരണം പക്ഷേ കാസ്റ്റിംഗ് തെറ്റിപ്പോയാൽ അത് ഭയങ്കരമായിട്ട് എല്ലാ രീതിയിലും എല്ലാത്തിനെയും ബാധിക്കുമല്ലോ. അപ്പോൾ പുള്ളിയുടെ ആ ഒരു വിഷൻ എന്താണ്,
പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഫ്ലേവർ എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു കാസ്റ്റിംഗ് ഡയറക്ടറിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു ഡ്യൂട്ടി. ഇപ്പോൾ ഒരു ആക്ടർ ഇപ്പോൾ ആസ് എൻ ആക്ടർ ഇപ്പോൾ ഞാനൊരു ഓഡിഷൻ കൊടുത്തു, ഞാൻ തകർത്തെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഒരു പക്ഷേ ആ റോൾ എനിക്ക് വരാത്തതിന് കാരണം വാസ് നോട്ട് ബിക്കോസ് ഓഫ് മൈ പെർഫോമൻസ്. ചിലപ്പോൾ ആ ഒരു എന്താ പറയുക ഡയറക്ടറിൻ്റെ മനസ്സിലല്ല, എനിക്ക് എൻ്റെ മനസ്സിൽ ഈ ക്യാരക്ടർ കുറച്ചും കൂടെ പൊക്കം കുറഞ്ഞ ഒരാളായിരിക്കണം എന്നാണ്, അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഫീച്ചേഴ്സ് വേണം. ചിലപ്പോൾ ഒരു മൂക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു കണ്ണായിരിക്കാം, അല്ലെങ്കിൽ ചില ബോഡി ലാംഗ്വേജ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പോൾ പുള്ളിയുടെ മനസ്സിലൊരു സാധനമുണ്ട്, അപ്പോൾ അത് മാക്സിമം നമ്മൾ അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ ബേസിസിൽ ഒരു ആക്ടറിനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിലത്തെ ഒരു ടാസ്ക്. ഞാനത് അത്യാവശ്യം നല്ല റിഗ്രസ് ആയിട്ട് നമ്മൾ ചെയ്യുകയും ചെയ്തായിരുന്നു. ഒരു 3 റൗണ്ടൊക്കെ കഴിഞ്ഞിട്ടാണ് അതിലുള്ള എല്ലാ ആക്ടേഴ്സും. അപ്പോൾ അതിൽ കുറേ നല്ല നല്ല ആക്ടേഴ്സ് വന്നിരുന്നല്ലോ. അപ്പോൾ അതിലിപ്പോൾ മെയിൻ കാസ്റ്റില്ലാത്ത ബാക്കി മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ അവർ ഈ പറഞ്ഞ 2-3 റൗണ്ട് ഓഡിഷൻസ് കഴിഞ്ഞിട്ടാണ് എത്തിയത്. ആൻഡ് വാട്ട് മെയ്ഡ് മീ വെരി ഹാപ്പി വാസ് ദാറ്റ് ഇതിൽ ചിലവരൊക്കെ കുറേ ആക്ടേഴ്സ് വേറെ പടങ്ങളിൽ അഭിനയിച്ച ആക്ടേഴ്സ് ആയിരുന്നു. എടുത്തു പറയേണ്ടത് ഇപ്പോൾ നമ്മുടെ ആദർശ് സുകുമാരൻ, നെയ്മറും RDXും ഇതൊക്കെ ചെയ്ത കാതിലൊക്കെ എഴുതിയ ആദർശ്, അതിലൊക്കെ അവൻ നല്ല പെർഫോമൻസസും കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആൻഡ് ആക്ടർ ആയ ആദർശ് പോലും ആ ഒരു ഓഡിഷന് വരികയും ആ പ്രോസസ്സിന് കൂടെ നിൽക്കുകയും ചെയ്തു, യുനോ. ആൻഡ് അതുപോലെ കുറേ ആക്ടേഴ്സ് വേറെ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് വെരി എന്താ പറയുക നല്ലൊരു സൈൻ, നല്ലൊരു തുടക്കമാണ്. നമ്മുടെ ഇന്നത്തെ ഒരു ന്യൂ ബ്രീഡ് ഓഫ് ആക്ടേഴ്സ് അത് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഉറപ്പായിട്ട്. അതുപോലെ തന്നെ ഒരു സാധനം ഞാൻ ശരിക്കും എനിക്ക് ഏറ്റവും പ്രോമിസിംഗ് ആയി തോന്നിയ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്ററാണ് എക്സിറ്റ് എന്ന് പറഞ്ഞ സിനിമ. ഞാൻ അടുത്തിടെ കണ്ടതിൽ മലയാളത്തിൽ കാണാത്ത തരം ഒരു ജോണറാണത്. ഒത്തിരി പ്രതീക്ഷയുണ്ട് അതിൽ. അദ്ദേഹത്തിൻ്റെ ഒറ്റ പോസ്റ്റർ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും സിനിമ എത്രത്തോളം കണ്ടത്. എന്താണ് സിനിമ, എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത്? എക്സിറ്റ് ഒരു സർവൈവൽ ത്രില്ലറാണ്. ഒരു വെരി വയലൻറ്റ് ഗോറി സർവൈവൽ ത്രില്ലറാണ്. ഹൊററിൻ്റെ ചെറിയ എലിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ത്രൂ ആൻഡ് ത്രൂ ജോൺറ ഫിലിമാണ്. വലിയ കഥയല്ല, അതിൻ്റെ ഒരു പ്ലോട്ട് ഹെവി ഫിലിമല്ല. ആ ഒരു രാത്രി ആ വീട്ടിൽ നടക്കുന്ന സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആണ് ആ പടം. അതാണ് അതിൻ്റെ ഒരു ഓവറോൾ ഒരു സാധനം. അതെത്തുന്നത് കംപ്ലീറ്റ്ലി ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് വാസ് ലക്ക് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. കാരണം ഈ പടം ഈ ഒരു സ്ക്രിപ്റ്റ് വേറെ 1-2 ആക്ടേഴ്സിനടുത്ത് എൻ്റെ റൈറ്ററും ഡയറക്ടറും കൊണ്ടുവരുന്നു. അവർക്കത് വർക്കായില്ല ഫോർ സം റീസൺ. എന്നിട്ടാണ് എൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അത് ഞാൻ കേട്ട ഉടനെ തന്നെ ബ്രോ ഇത് നമ്മൾ ചെയ്തിരിക്കും എന്ന് പറയാൻ കാരണം ബിക്കോസ് എനിക്ക് അങ്ങനത്തെ ജോൺറ ഫിലിംസ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ജോൺറ ഫിലിം എന്ന് പറയുമ്പോൾ ഈ സ്ലൈസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ജോൺറയാണ്. പക്ഷേ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുന്ന മിക്ക പടങ്ങളും സ്ലൈസ് ഓഫ് ലൈഫ് ഫിലിംസാണ്, അല്ലെങ്കിൽ ഒരു ഫാമിലി കോമഡി ഡ്രാമ ആ ഒരു സോണിൽ നിൽക്കുന്ന കുറേ പടങ്ങളുണ്ട്. പക്ഷേ ഒരു പ്യുവർ ആക്ഷൻ ഫിലിം, അല്ലെങ്കിൽ ഒരു പ്യുവർ ഹൊറർ ഫിലിം, അല്ലെങ്കിൽ ഒരു പ്യുവർ എന്താ പറയുക ഒരു ഹൈസ്റ്റ് ഫിലിം, അതൊക്കെ സബ് ജോൺറേഴ്സ് ആണല്ലോ. അങ്ങനത്തെ ജോൺറ പടങ്ങൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനത്തെ ഒരു സാധനം കിട്ടിയപ്പോൾ പെട്ടെന്ന് ചാടിക്കേറി പിന്നെ എന്തായാലും ചെയ്യാം എന്ന് തോന്നാൻ കാരണം അതായിരുന്നു. പിന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ സത്യം പറഞ്ഞാൽ വൺസ് ഇൻ എ ലൈഫ് ടൈമൊക്കെയാണ് കിട്ടുള്ളൂ. അത് എനിക്കറിയില്ല, ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറിന് ഒരുക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ സാധനം കിട്ടിയപ്പോൾ അവിടെ ചാടി കയറി. അഗൈൻ ലക്കിലി ഈവൻ ദ ഫിലിം ദാറ്റ് കെയിം ആഫ്റ്റർ ദാറ്റ്, ഇപ്പോൾ സൈജോറിൻ്റെ പടമാണെങ്കിൽ അതൊരു ത്രൂ ആൻഡ് ത്രൂ ജോൺറ ഫിലിമാണ്. ശരി, അതൊരു ഫൗണ്ട് ഫുട്ടേജ് ജോൺറയിൽ പെടുന്നൊരു ഫിലിമാണ്. അപ്പം അങ്ങനത്തെ പടങ്ങൾ കൺസ്പയർ ചെയ്യുന്നുണ്ടെന്ന് യൂണിവേഴ്സ് തങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി കുറേയൊക്കെ. വേറെ എനിക്കൊരു ലോജിക്കൽ റീസണിങ് അതിന് കണ്ടെത്താൻ അറിയില്ല. നമ്മൾ എന്താ ആഗ്രഹിക്കുക, അതിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് എത്തും എന്നുള്ളൊരു വിശ്വാസം അത്രേ ഉള്ളൂ. നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞാൽ. ബാക്കിയൊക്കെ ഇപ്പോൾ ലാലേട്ടൻ പറയാൻ പോലെ സംഭവിക്കും. എനിക്ക് അതുപോലെ തന്നെ ഒരു സംഭവമാണ്, ഞാൻ ഇൻസ്റ്റാഗ്രാം ചുമ്മാ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായൊരു കാര്യമാണ്. അതായത് അതിനകത്ത് ചില വീഡിയോസ് ഭയങ്കര ഹോറിഫൈങ് അല്ലെങ്കിൽ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഭയങ്കര പേടിപ്പെടുന്ന രീതിയിൽ വന്നിട്ട് ലാസ്റ്റ് കൊണ്ടിട്ടൊരു സ്മൈൽ അടിക്കുന്ന കൂട്ട്. ഇപ്പോൾ പട്ടിയുടെ സാധനമാണെങ്കിലും ആറ്റം എന്നാന്ന് തോന്നുന്നു, ആറ്റമിൻ്റെ ആ വീഡിയോ ആണെങ്കിലും കുട്ടിയുടെ അലക്സ് ജോർജ് എന്നാന്ന് തോന്നുന്നു സ്റ്റാറിങ്. അപ്പം അതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു തിങ്കിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു കൂടുതലും ആ ജോണറിനോടാണ് ഇച്ചിരി കൂടെ
വെന്റ് ടു ഇറ്റ്? അങ്ങനെയല്ല, എനിക്ക് എല്ലാ ടൈപ്പ് ജോണേഴ്സും ഇഷ്ടമാണ്. പക്ഷേ ഇത്തരം സബ്ജക്ട് തോട്ട് ആ തിങ്കിങ് പ്രോസസ് എനിക്ക് മനസ്സിലാവുന്നില്ല പറയുക. ഞാനും അങ്ങനെ ആലോചിച്ചിട്ടില്ല. പക്ഷേ ഐ തിങ്ക് ഇപ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് ഇതിപ്പോൾ ഒരു വർക്ക് ഓഫ് ആർട്ട് എന്നൊന്നും ഞാൻ വിളിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചുമ്മാ രസത്തിൽ ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷേ ഐ തിങ്ക് ദ ക്വസ്റ്റ്യൻ യു ആസ്കിങ് ഓൺ എ ബ്രോഡർ ലെവൽ, ആസ് എൻ ആർട്ടിസ്റ്റ് വാട്ട് എക്സൈറ്റ്സ് യു, വാട്ട് യു തിങ്ക് ഇസ് ഫൺ, അത് ചെയ്യുക എന്നല്ലാണ്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഓഡിയൻസ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടി ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പം എനിക്കിത് ചെയ്യാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. കാരണം ഇത് ചെയ്താൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് ഇതിൽ നിന്ന് ലൈക്സ് വരും. അതിനങ്ങനെ ലൈക്സ് ഒന്നും ഇല്ല. ഇപ്പോൾ ബ്രോ ആണ് ഫസ്റ്റ് ടൈം എന്നോട് പറയുന്നത് ഇങ്ങനത്തെ സാധനം ബ്രോന് ഇൻട്രസ്റ്റിംഗ് തോന്നിയെന്നു. അപ്പോൾ ലൈക്സിന് വേണ്ടി അതിന് വേണ്ടി ഒന്നും വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫണ്ണായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സ്ക്രിപ്റ്റ് ആണെങ്കിലും അതെ, ഇപ്പോൾ വോട്ടെവർ എഴുതുന്നുണ്ടോ? അപ്പം എഴുതി കഴിഞ്ഞൊരു 10 ഡ്രാഫ്റ്റായി. ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ ഇത് പിച്ച് ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സ് 4 മെയിൻ ക്യാരക്ടേഴ്സാണ്. അതിൽ 3 പേര് ഓൺ ബോർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരാളും കൂടെ ബാക്കിയുണ്ട്. അയാളുടെ അടുത്ത് ഒരു പ്രൊഡക്ഷൻ ആയതിനു ശേഷം പോയി പിച്ച് ചെയ്യാം എന്നുള്ളൊരു ഇതിലിരിക്കുന്നു. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ പോലും അത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, എൻ്റെ കോ റൈറ്ററിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഞങ്ങളതങ്ങനെ എഴുതി. അതിൻ്റെ കമേഴ്ഷ്യൽ വയബിലിറ്റിയോ അതൊന്നും ഞങ്ങൾ ഇതുവരെ എഴുതിയപ്പോൾ ആലോചിച്ചില്ല. ഇപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ, ഒരു മാസ് പടം ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു അപ്രോച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ. പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ വി ആർ മേക്കിംഗ് ദിസ് ഫിലിം ബിക്കോസ് വി വോണ്ട് ടു മേക്ക് ദിസ് ഫിലിം. ഈ കഥ പറയണം, ഈ രീതിയിൽ ഈ കഥ പറയണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ദാറ്റ് എക്സൈറ്റ്മെന്റ് ഇസ് വാട്ട് കീപ്സ് us going. അപ്പോൾ നിലവിൽ ആ ഒരു പ്യൂരിറ്റി നിൽക്കട്ടെ. ചിലപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ അത് ഇല്ലാണ്ടായി പോകും. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇല്ലാണ്ടായി ഇല്ലാണ്ടാവുന്ന എൻ്റെ ഒരു പ്രാർത്ഥന. പക്ഷേ നിലവിൽ ഉള്ളിടത്തോളം കാലം അതങ്ങനെ പോട്ടെ എന്നാണ് എൻ്റെ ഒരു. അങ്ങനെ വരാതിരിക്കട്ടെ. എങ്കിലും എനിക്ക് അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാനുള്ളത്, എന്താണ് ലൈഫിൻ്റെ ഒരു ഫിലോസഫി? ഇത്രയും ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഫിലോസഫി എന്നൊന്നും അറിയില്ലടോ. കാരണം അത് ഇറ്റ് കീപ് ചേഞ്ചിങ്. നമുക്ക് അൾട്ടിമേറ്റ്ലി ഇപ്പോൾ ഞാൻ നിൽക്കുന്നൊരു പോയിന്റിൽ ഐ തിങ്ക് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് അബൌട്ട് നമുക്ക് പറ്റുന്നത്ര ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. നമ്മളാരും എന്താ പറയുക, നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ ഫാമിലിയും നമ്മളൊക്കെ എവ്രി വൺ എല്ലാവരും നമ്മളെ കുറേ രീതിയിൽ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ആണെങ്കിലും നമ്മുടെ കാഴ്ചപ്പാടാണെങ്കിലും അതൊക്കെ. പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളത് ആണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ട്രിപ്പ്. അതാണ്. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷനിങ് മാറ്റി വെച്ചിട്ട് എൻ്റേതായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ എൻ്റേതായ ഒപ്പീനിയൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രിപ്പ്. പക്ഷേ മോർ ദാൻ എനിത്തിങ് എൽസ് ഇപ്പോൾ ലൈഫിൻ്റെ ഒരു ഫിലോസഫി എന്ന് ചോദിക്കുകയാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് മാത്രമാണ്. ഒന്നും ബ്ലൈൻഡായിട്ട് അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് ഭയങ്കര വലിയൊരു സാധനമാണ്, വലിയ പ്രശ്നമാണ് എനിക്ക്. ആരെങ്കിലും എന്തെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ആരെങ്കിലും നിന്നിട്ട് ഇതിങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ എന്തിന്, വൈ എന്നുള്ളൊരു ചോദ്യം ഒരിക്കലും മാറ്റിവെക്കരുത് എന്നുള്ളതാണ് എനിക്ക് എന്നോട് തന്നെ എന്നും പറയുന്നൊരു സാധനം. അതാണ് ഒരു സ്കെപ്റ്റിക്കായിട്ട് തന്നെ നിൽക്കുക. അപ്പോൾ എൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, എബ്രാം എന്ന് പറഞ്ഞ പേരാണ്, DOP ആണ്. രേഖ കുമാരിയൊക്കെ ഷൂട്ട് ചെയ്തത് അവൻ്റെ കൂടെ ചേർന്നതിന് ശേഷം ഈ പറഞ്ഞ എന്നെ പോലെ വേറെ ഭ്രാന്തന്മാരും മനസ്സിലായത് അവനെ മീറ്റ് ചെയ്തപ്പോൾ ക്വസ്റ്റ്യൻ എവറിത്തിങ്. എന്തിനാണ് വൈ? അതിപ്പോൾ നമ്മൾ ശരി എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയല്ല. ബി റെഡി ടു സേ ദാറ്റ് ഐ എം റോങ് ആൻഡ് ബി കോൺസ്റ്റൻ്റ്ലി റെഡി ടു ഇവോൾവ് ആൻഡ് ലേൺ. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഫിലോസഫി. ഹെവി ആയിപ്പോയി. ഇല്ല, ഹെവി ഒന്നല്ല. ഓക്കെ, അത് മനസ്സിലാവും ആൾക്കാർക്ക്. വൈ എപ്പോഴും നമ്മൾ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണത്. വൈ ഉറപ്പായിട്ടും. ഇനി നെക്സ്റ്റ് പ്രോജക്റ്റുകൾ എന്താ വരാനുള്ളത്? നെക്സ്റ്റ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത് എക്സിറ്റ്, പിന്നെ ഫുട്ടേജും ഉടനെ തന്നെ ഇറങ്ങും. എമർജൻസി ഈ വർഷം ഇറങ്ങേണ്ടതായിരുന്നു, പക്ഷെ അത് പുഷായി അടുത്ത വർഷത്തേക്ക്. ഇത് 3 തവണ ഇപ്പോൾ ഇറങ്ങാനുള്ളത്. പിന്നെ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് യശാഷിൻ്റെ പ്രോജക്റ്റ്, ആഷികേട്ടൻ്റെ പടം തുടങ്ങാൻ പോകുന്നതാണ്. പിന്നെ ടൊവിയുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അഖിലേട്ടനും മനസ്സേട്ടനും ഡയറക്റ്റ് ചെയ്യുന്ന പടം 3 ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇൻഷാല്ലാ മേ ബി നെക്സ്റ്റ് ഇയർ ഒരെണ്ണം ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു പ്രാർത്ഥനയിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഈ എഴുതുന്ന കഥ ഡയറക്റ്റ് ചെയ്യുന്ന ആരാന്ന് ഞാൻ ചോദിക്കാൻ കിട്ടുമോ? അത് സംഭവിക്കട്ടെ. നല്ലൊരു ഡയറക്ടറായിട്ടും നല്ലൊരു ആക്ടറായിട്ടും ഇന്ത്യ അറിയപ്പെടുന്ന ആക്ടർ തന്നെ ആയി വരട്ടെ. തള്ളുമല്ല, കഴിവുള്ള ആക്ടറാണ്. അപ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റട്ടെ. നല്ല നല്ല സിനിമകളുടെ ഭാഗമായി ഇനിയും കാണാൻ പറ്റുന്ന ആശംസിക്കുക. അത് തന്നെയാണെന്ന് തോന്നുന്നു ആഗ്രഹം. അപ്പം ആ സ്വപ്നം, ആ പണ്ട് VCR-ലിട്ട് കണ്ട ആരൊക്കെയോ പോയി മറിഞ്ഞ ആ സ്ക്രീനിൽ നമ്മുടെ സിനിമകൾ വരട്ടെ. അതുപോലെ വേറൊരാൾ DVD ഇന്നിപ്പോൾ നമുക്ക് മാറി എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കാണുന്നുണ്ടാവുമല്ലോ. അത് അവർക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.